ഈ വീഡിയോയിൽ 2-3 ദിവസമായിട്ട് ഞാൻ സംസാരിക്കണമെന്ന് വിചാരിച്ച് വെച്ചിരുന്ന ഒരു വിഷയമാണ്. ബ്രസീലിൽ ബ്രിക്സ് മീറ്റിങ്ങിൽ പങ്കെടുത്ത ക്യൂബ. ഈ ക്യൂബ ശരിക്കും അമേരിക്കയുടെ ഉള്ളിൽ ഒരു ചർച്ചാ വിഷയമാണിപ്പോൾ. കാരണം ക്യൂബ കരീബിയൻ മേഖലയിൽ നടക്കുന്ന ഒരു സ്ട്രാറ്റജിക് ജിയോ പൊളിറ്റിക്കൽ ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. ക്യൂബ 1962 മുതലേ സാങ്ഷൻസ്, അമേരിക്കൻ സാങ്ഷൻസിന് വിധേയമായി. ഫൈനാൻഷ്യൽ സാങ്ഷൻസ്, ഓയിൽ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല സാങ്ഷൻസും നേരിട്ട ഒരു കൺട്രിയാണ് ക്യൂബ. ഈ സാങ്ഷൻസിൻ്റെ ഇടയിൽ ഈ ഇടപ്പെട്ട കാലത്ത് എങ്ങും കണ്ടിരാത്ത രീതിയിൽ ഈ ഒബാമ ഭരിച്ചിരുന്ന സമയത്ത് മാത്രമാണ് ക്യൂബയുമായിട്ട് ചെറിയൊരു ഫ്ലെക്സിബിലിറ്റി അമേരിക്കൻ കോൺഗ്രസ്സിൽ ഉണ്ടായത്. അത് കഴിഞ്ഞാൽ ട്രംപ് ഭരണകൂടത്തിലും ക്യൂബയുമായിട്ട് അത്ര വലിയ നല്ല റിലേഷൻഷിപ്പ് ഒന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ബൈഡൻ ഭരണകൂടത്തിലും ഈ കോൺഗ്രസ് അംഗങ്ങളുടെ സപ്പോർട്ട് വലുതായിട്ട് കിട്ടില്ല. അപ്പോൾ അവിടുത്തെ ഒരു മെജോറിറ്റി, അവിടുത്തെ സപ്പോർട്ടൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ യു എസിന് മാറി മാറി ഭരിച്ചിരുന്ന ഈ ഡെമോക്രാറ്റിക് അഥവാ റിപ്പബ്ലിക്കൻസ് രണ്ടുപേർക്കും തന്നെയും ക്യൂബയുമായിട്ട് ആ രീതിയിൽ നല്ല റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനോ ക്യൂബയുമായിട്ടുള്ള സാങ്ഷൻസ് റീകൺസിഡർ ചെയ്യാനോ ഒരിക്കലും സാധിച്ചിട്ടില്ല. ബൈഡൻ ഭരണകൂടത്തിന് പോലും ക്യൂബയുമായിട്ട് ആ പണ്ടത്തെ ഒബാമയുടെ അതേ നിലപാടുകൾ കൊണ്ടുപോകണം, ഒന്ന് ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണം എന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അമേരിക്കൻ സെനറ്റ് കമ്മിറ്റിയിൽ സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ ബൈഡനും ആ രീതിയിൽ മുന്നോട്ട് വളരെ ശക്തമായിട്ട് ക്യൂബൻ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ട്രംപ് ഭരണകൂടം വീണ്ടും ഇതേ നിലപാടിൽ തന്നെയാണ്. സാങ്ഷൻസ്, ക്യൂബയ്ക്ക് സാങ്ഷൻസ് എന്നുള്ള നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ക്യൂബ റിയലി അമേരിക്കയ്ക്ക് ഒരു ചർച്ചാ വിഷയം ആയിരുന്നില്ല അൻറ്റിൽ ക്യൂബ അവരുടെ ഒരു പ്രസൻസ് ബ്രിക്സിലോട്ട് എക്സ്പാൻഷൻ നടത്തുന്നവരെ. പക്ഷെ ഇപ്പൊ ക്യൂബ ബ്രിക്സിലോട്ട് ജോയിൻ ചെയ്യുന്നു, അഥവാ ഒരു പ്രൈമറി പാർട്ട്ണർ അല്ലെങ്കിൽ ഓൺലി അഡ്വൈസർ കമ്മിറ്റി, അതുമില്ലെങ്കിൽ ബ്രിക്സിന്റെ പെർമനന്റ് മെമ്പർ. ഈ രീതിയിൽ ഏത് ഘട്ടത്തിൽ ക്യൂബ ബ്രിക്സിന്റെ ഉള്ളിലേക്ക് വരും എന്നുള്ളതിനെ കുറിച്ചുള്ള കൺഫർമേഷൻ ഒന്നും ഇതുവരെ ആയിട്ടില്ല. പക്ഷെ ക്യൂബ വളരെ ആക്റ്റീവായിട്ട് തന്നെ ബ്രിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ക്യൂബയുടെ വരവിനെ ഏറ്റവും അധികം ബ്രസീൽ വളരെ ശക്തമായിട്ട് തന്നെ പിന്തുണച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്യൂബയെ പിന്തുണയ്ക്കുന്ന അടുത്ത രണ്ട് വലിയ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രിക്സിൽ ചൈനയും റഷ്യയുമാണ്. അമേരിക്കൻ സാങ്ഷൻസിന് ഒരു ആൾട്ടർനേറ്റീവായിട്ട് തന്നെയാണ് ചൈനയും റഷ്യയും ക്യൂബ നോക്കിക്കാണുന്നത്. ഇന്ത്യ ഒരു സൈഡിൽ സൈലൻ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇന്ത്യയും അമേരിക്കയുമായിട്ട് ഇന്ത്യ ഒരു മൾട്ടിപോളാർ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് കൊണ്ടുപോകുന്ന രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഓപ്പണായിട്ട് ഇന്ത്യ സൗണ്ടായിട്ട് ഒരു കാര്യങ്ങൾ അങ്ങനെ പറയാറില്ല. പക്ഷേ ഇന്ത്യ ബിഹേവ് ചെയ്യും. ഇന്ത്യ വളരെ സൗണ്ടായിട്ടുള്ള നിലപാടുകൾ യൂറോപ്പിനും അമേരിക്കയ്ക്കുമെതിരെ വളരെ ശക്തമായ നിലപാടുകൾ തന്നെയാണ് സ്വീകരിച്ച് പോന്നിട്ടുള്ളത്. പക്ഷേ ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കും ട്രംപിന്റെ ഈ ഒരു താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതൊക്കെ നോക്കി കാണുമ്പോഴത്തേക്കും ഇന്ത്യ കുറച്ച് സൈലന്റ് ആയിട്ട് അതുപോലെ ക്യൂബയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് തന്നെ ആയിരിക്കണം ഇന്ത്യക്കുള്ളത്. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ബ്രിക്സിന്റെ സ്ഥാപക അംഗങ്ങളായിട്ടുള്ളതിൽ ബ്രസീൽ, ചൈന, റഷ്യ, 3 രാജ്യങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ ക്യൂബയുടെ ബ്രിക്സ് എൻട്രിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. റഷ്യ ഓൾറെഡി തന്നെ യു എസിന്റെ സാങ്ഷൻസിൽ പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ റഷ്യക്ക് ഇതൊരു വിഷയമേ അല്ല. റഷ്യ വളരെ ഫുൾ ഫോഴ്സിൽ ക്യൂബയെ സപ്പോർട്ട് ചെയ്യും. ക്യൂബ ഒരു ലെഫ്റ്റ് ചിന്താഗതിയുള്ള ഒരു രാജ്യം തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് റഷ്യ നിരുപാധികം അതിനെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇതേ ലെഫ്റ്റ് ചിന്താഗതിയുള്ള ചൈനയും ഇതിനെ നിരുപാധികം പിന്തുണയ്ക്കും. അതിന് ലെഫ്റ്റ് എന്നല്ല കാരണം ഇപ്പോഴത്തെ ഒരു എക്കോണമിക് സിറ്റുവേഷൻ, ഇപ്പോഴത്തെ അമേരിക്കയുടെ ചില നിലപാടുകൾ, അമേരിക്ക കൊണ്ടുവരുന്ന സാങ്ഷൻസ്, റഷ്യയുമായിട്ട് ഓൾറെഡി തന്നെ സാങ്ഷൻസ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി സാങ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യയെ ഇനി ഭീഷണിപ്പെടുത്താൻ കഴിയില്ല. അതുപോലെ തന്നെ ചൈനയുടെ മേളിലാണെങ്കിൽ ഇപ്പോൾ ട്രേഡ് വാർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. താരിഫുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ഫ്രണ്ട് ആൻഡ് ബാക്ക് ആർഗ്യുമെന്റ്സ് ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയും അമേരിക്കൻ സാങ്ഷൻസിനെ വലുതായിട്ട് കണക്കാക്കുന്നില്ല. ചൈന ഇന്നലെ ഇറാനിലേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ട്രെയിൻ കണക്ടിവിറ്റി ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ രീതിയിൽ വളരെ ശക്തമായിട്ട് ചൈന അവരുടെ ട്രേഡ് എക്സ്പാൻഷൻ പല രീതിയിലും അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അമേരിക്കയെ മറന്നുകൊണ്ട് തന്നെ, അമേരിക്കയെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ ചൈന പല രീതിയിലും അവരുടെ വ്യാപാര ബന്ധങ്ങൾ പല രാജ്യങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളൊരു കാര്യം ഇതിനകത്ത് ചിന്തിച്ച് നോക്കേണ്ടത്, ചൈന ഒരു ബിഗ്ഗസ്റ്റ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കിക്കോണം. ചൈനയുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 2023-24 കൂടി ഏതാണ്ട് 3 ട്രില്യൺ ആണ്. 3 ട്രില്യൺ അവർ വിവിധ രാജ്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളായിക്കോട്ടെ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായിക്കോട്ടെ, ഏഷ്യൻ രാജ്യങ്ങളായിക്കോട്ടെ, ഇതെല്ലാം തന്നെ ബെൽറ്റ് ആൻഡ് റോഡ് എന്ന് പറഞ്ഞ ആ ഒരു BRI പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ തകൃതിയായിട്ടുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് പല രാജ്യങ്ങളും അവർ നടത്തുകയാണ്. ഇതെല്ലാം നിർണായക മേഖലകളിലാണ്. ഏതൊക്കെ മേഖല? എനർജി മേഖല, ഓയിൽ ഇൻഡസ്ട്രി, ഇൻഫ്രാസ്ട്രക്ചർ, ഫുഡ് സേഫ്റ്റി, അതുപോലെ പ്രധാനമായിട്ട് ഫണ്ടിങ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്.
ആ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രോജക്റ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ ഫണ്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ ഫൈനാൻഷ്യലിയും പല രീതിയിലും ചൈന അവരുടെ എക്സ്പാൻഷൻസ് തുടർന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അമേരിക്കയുടെ ട്രംപിന്റെ താരിഫ് ത്രെട്ട് ഒന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ള രീതിയിലാണ് ചൈന മുന്നോട്ട് പോകുന്നത്. ചൈനയുടെ ഉള്ളിൽ പല രീതിയിലുള്ള തകർച്ചകൾ ഉണ്ടെങ്കിലും അവരതിനെ ഒരു വിഷയമായിട്ട് കണക്കാക്കാതെ അവരതിന് ബദലായിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അവർ മാറ്റി ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ചൈനയുടെ ഉള്ളിൽ റിയൽ എസ്റ്റേറ്റ് ഇഷ്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ അമേരിക്കയിലോട്ട് കയറ്റി അയക്കുന്ന ഒരുപാട് പ്രോഡക്റ്റുകൾ അവിടെ കെട്ടിക്കിടപ്പുണ്ട്. അപ്പോൾ അതുപോലെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ, മുടങ്ങിക്കിടക്കുന്ന ഒരുപാട് മാനുഫാക്ചറിങ് യൂണിറ്റുകളുണ്ട്. ഇലക്ട്രോണിക്സ് ഒക്കെ കെട്ടുകണക്കിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ചൈനയിലുള്ളത്. ചൈനയ്ക്ക് എക്സ്പോർട്ട് ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു കൺട്രിയാണ് ചൈന. കാരണം അത്രമാത്രം അവർ മാസീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അവർക്ക് എക്സ്പോർട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സംഭവിച്ചുകൊണ്ടേയിരിക്കണം. അതൊരു ചെയിൻ ഓഫ് സൈക്കിളാണ്. ആ സൈക്കിൾ ഇങ്ങനെ തുടർന്ന് പൊയ്ക്കൊണ്ടേയിരിക്കണം. ആ സാഹചര്യത്തിൽ ക്യൂബയെ ഇപ്പോൾ ഈ ഒരു ബ്രിക്സിലേക്ക് കൊണ്ടുവരുന്നതിന് മൂലം ബ്രിക്സ് ഒരു സൈലന്റ് വാർണിംഗ് കൊടുക്കുകയാണ് അമേരിക്കയ്ക്ക്, അഥവാ ട്രംപിന്റെ ഭീഷണിക്ക്. അങ്ങനെ തന്നെയാണ് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനെ സൈലന്റ് ആയിട്ട് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യക്കും സൗത്ത് ആഫ്രിക്കയ്ക്കും അമേരിക്കയുമായിട്ട് ഇന്ത്യക്കും സൗത്ത് ആഫ്രിക്ക പോലും കുറച്ചുകൂടെ സൗണ്ട് ആയിട്ട് ഇനി വരും ദിവസങ്ങളിൽ ക്യൂബയുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു നിലപാടെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഇന്ത്യ മാത്രം കുറച്ച് 50-50 നിലപാടിൽ നിൽക്കാനാണ് സാധ്യത. പക്ഷേ അതേസമയം ഇന്ത്യ ക്യൂബയുടെ വരവിനെ എതിർക്കില്ല. ക്യൂബ വലിയ സാമ്പത്തിക ശക്തിയല്ല, ക്യൂബ വലിയ പോപ്പുലേഷൻ അല്ല, ക്യൂബ വലിയ GDP അല്ല. പിന്നെ എന്തുകൊണ്ട് ക്യൂബ ബ്രിക്സിൽ വരുന്നത് അമേരിക്ക വളരെ ശ്രദ്ധയോടെ നോക്കി കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒറ്റ ഉത്തരമേ ഉള്ളൂ. കരീബിയൻ മേഖലയിൽ കിടക്കുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ട് അമേരിക്കയുടെ. അത് തകിടം മറിയും. അത് തകിടം മറിയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അമേരിക്ക സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു രാജ്യം, അതായത് അവർക്ക് ഡോളർ എക്കോണമിയുമായിട്ട് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ, ഡോളറിൽ നിന്നും ഒരു രീതിയിലുള്ള എക്കോണമിയും അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. അവരുടെ GDP-യിലെ ഡോളർ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ അവസ്ഥയിലായിരിക്കും. അവർ എല്ലാ രാജ്യങ്ങളോടും ട്രേഡ് ചെയ്യുന്ന സമയത്തും അവർക്ക് ഈ ബുദ്ധിമുട്ട്, ഈ കറൻസി എക്സ്ചേഞ്ചുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഈ സാങ്ഷൻസ് ആണ്. ഇത്രയും കാലം കാനഡ ഉൾപ്പെടെ, യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ വെസ്റ്റേൺ കൺട്രീസ് എല്ലാം തന്നെ ക്യൂബയുടെ ഉള്ളിൽ ഒരു പ്രോജക്റ്റ് പോലും അവർ ഏറ്റെടുത്ത് നടത്തില്ല. വളരെ റെയറായിട്ട് അമേരിക്കയുടെ അപ്രൂവലോടുകൂടി ഏതെങ്കിലുമൊക്കെ ഒരു പ്രോജക്റ്റ് അമേരിക്കയ്ക്കും കൂടി ഗുണമുള്ള രീതിയിൽ എന്തെങ്കിലും ഏറ്റെടുത്താലായി. അതിലുപരിയായിട്ട് ഒരു രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സും ക്യൂബയ്ക്കുള്ളിൽ നടത്താൻ ഈ വെസ്റ്റേൺ രാജ്യങ്ങൾ, ഈ വെസ്റ്റേൺ ഹെജിമോണി എന്ന് വേണമെങ്കിൽ പറയാം, ഈ വെസ്റ്റേൺ ഹെജിമോണി, ഈ ഡോളർ ഹെജിമോണി ഇതുവരെ സമ്മതിച്ചിട്ടില്ലായിരുന്നു. അതാണ് നമ്മൾ ഇതിനകത്ത് എടുത്തു പറയേണ്ടത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഓൺ കറൻസി വെച്ചുകൊണ്ട്, അതേപോലെ ഫോറിൻ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഫോറിൻ കറൻസി ഡെഫിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ക്യൂബ, ആ ക്യൂബ ഈ ബ്രിക്സിൽ ചേരുമ്പോഴത്തേക്കും അവർക്ക് ഉണ്ടാകാൻ പോകുന്ന ഗുണം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ഇതിനകത്ത് രാജ്യങ്ങൾ വൈസ് തന്നെ ഞാൻ എടുത്തു പറയാം. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചൈന, ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അവർ മാസീവ് ആയിട്ടുള്ള ഫണ്ട് ക്യൂബയ്ക്കുള്ളിൽ പുഷ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബ്രിക്സിൽ മെമ്പർ ആയി കഴിഞ്ഞാൽ. അങ്ങനെ ചൈന ക്യൂബയ്ക്കുള്ളിൽ വൻതോതിൽ നിക്ഷേപം ഇട്ട് കഴിഞ്ഞാൽ ക്യൂബ മാസീവ് ആയിട്ടുള്ള ഒരു ചേഞ്ചിന് വിധേയമാകാൻ പോകുന്ന ഒരു രാജ്യമാണ് കരീബിയൻ മേഖലയിൽ. ഇത് മറ്റുള്ള കരീബിയൻ രാജ്യങ്ങൾ, അതായത് വെനിസുല ആയിക്കോട്ടെ, അതേപോലെ തന്നെ US-ന്റെ ഉപരോധം ഏറ്റുകിടക്കുന്ന, US-ന്റെ ദയ കാത്ത് കിടക്കുന്ന കുറേ രാജ്യങ്ങളുണ്ട് അവിടെ. ആ രാജ്യങ്ങളൊക്കെ ഇതേ രീതിയിൽ മുന്നോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുകൊണ്ടാണ് അമേരിക്ക വളരെ വിരളി പൂണ്ട് ഇതിനെ അങ്ങനെ നോക്കിക്കാണുന്നത്. ബ്രിക്സിനെതിരെ ഇനി വരും ദിവസങ്ങളിൽ കർശനമായ വാണിംഗ്, നിബന്ധനകളെല്ലാം കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബ്രിക്സ് കൺട്രികൾക്കെതിരെ ഞാൻ ഇനി വല്ലാത്ത രീതിയിലുള്ള സാങ്ഷൻസ് കൊണ്ടുവരും, താരിഫ് കൊണ്ടുവരും, ബ്രിക്സിന് വേണ്ടിയിട്ട് അഡീഷണൽ താരിഫൊക്കെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളത് പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കണം ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന്. എന്തിനും ഏതിനും താരിഫ്, അതും നിശ്ചിത എമൗണ്ടിലല്ല, വായി തോന്നുന്ന രീതിയിലുള്ള താരിഫ് പ്രഖ്യാപിക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന ഒരു ഭരണകൂടമാണ് അമേരിക്കയിൽ ഇപ്പോൾ ഉള്ളത്. അത് മാത്രം ഉറപ്പാണ്. അത് നമുക്ക് പല വിഷയങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ബ്രിക്സ് മെമ്പേഴ്സ് ആയിട്ടുള്ള കൺട്രീസിനെതിരെ ഒരു പ്രത്യേക താരിഫ് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ചൈനയുടെ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ ക്യൂബയിലേക്ക് വന്നു കഴിഞ്ഞാൽ റഷ്യൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് റഷ്യ ഏറ്റവും കൂടുതൽ അവിടെ ഓയിൽ റിഫൈനറികൾ മോഡേണൈസ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ ഓയിൽ ഡ്രില്ലിംഗ് പ്രോജക്റ്റുകൾ അവിടെ ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റഷ്യയും ചൈനയും തകൃതിയായിട്ട് അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ശക്തമായ രീതിയിൽ ക്യൂബയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ക്യൂബ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇതിന്റെ മറ്റൊരു കൺട്രി ആയിട്ടുള്ള ബ്രസീലിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ ക്യൂബയുടെ അഗ്രികൾച്ചർ മേഖലകൾ വികസിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബ്രസീൽ വളരെ ശക്തമായിട്ട് തന്നെ ക്യൂബയെ പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബ്രസീലിന്റെ പങ്കാളിത്തം വളരെ നിർണായകമായി തീരും ക്യൂബയ്ക്ക്. ഇനി ഇന്ത്യയിൽ നിന്നും ഇന്ത്യ വളരെ സൈലന്റ് ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇന്ത്യ
ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ R&D വർക്ക്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മേഖലയിലും മെഡിക്കൽ പ്രൊഫഷനിൽ വളരെയധികം കോപ്പറേറ്റ് ചെയ്ത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വർക്ക് കൂടുതൽ ചെയ്യാനും ബയോടെക്നോളജി അതേപോലെ ബയോമെഡിക്കൽ ഈ മേഖലകളിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യ നടത്താനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ഇന്ത്യയുടെ പ്രസൻസ് എക്സ്പാൻഷൻ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതും കൂടെ നമ്മൾ ഡിനൈ ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളാണ്. ക്യൂബയിലെ ഒരു മൾട്ടിലാറ്ററൽ ഫൈനാൻഷ്യൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം വേറെ ഒന്നുമല്ല, ആ ക്യൂബ ഇരിക്കുന്ന ലൊക്കേഷൻ അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അതേപോലെ തന്നെ ഈ ഒരു കരീബിയൻ റീജിയനിൽ കിടക്കുന്ന രാജ്യങ്ങളെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ബ്രിക്സ് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. അതായത് വളരെ സൈലന്റ് ആയിട്ട് തന്നെ ഒരു കോമൺ കറൻസി കൊണ്ടുവരാതെ തന്നെ ക്യൂബൻ കറൻസിയിൽ തന്നെ ബ്രിക്സ് രാജ്യങ്ങളുമായിട്ട് ക്യൂബയ്ക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ഞാൻ പറഞ്ഞ ഈ ഒരു ബ്രിക്സ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 10 രാജ്യങ്ങൾ ഇപ്പോൾ അതിനകത്തുണ്ട് ബ്രിക്സിൽ. ഞാൻ പറഞ്ഞത് മേജർ ആയിട്ടുള്ള ഈ ഫൗണ്ടിങ് മെമ്പർ ആയിട്ടുള്ള രാജ്യങ്ങളെ മാത്രമാണ് ഞാൻ കോട്ട് ചെയ്തത്. പക്ഷേ ഈ ബ്രിക്സിൽ മെമ്പറായിട്ടുള്ള ഈ 9 അഥവാ 10 രാജ്യങ്ങളുമായിട്ടും ഈ 9 അഥവാ 10 എന്ന് പറയുന്നത് സൗദി അറേബ്യയുടെ നിലപാട് ഇപ്പോഴും 50-50 ആണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ 9 അല്ലെങ്കിൽ 10 എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞു പോകുന്നത്. അപ്പം ആ രീതിയിൽ ക്യൂബയ്ക്ക് അവരുടെ ഓൺ കറൻസിയിൽ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കും. ഇത് ചെറിയൊരു വിഷയമല്ല ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ക്യൂബയ്ക്ക്. ഇത് തന്നെയാണ് അമേരിക്കയെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. കാരണം ഒരു തരത്തിലില്ലെങ്കിൽ ഒരു കോമൺ കറൻസി കൊണ്ടുവന്ന് ഈ ഡോളർ ഹിജ്മോണിയെ തകർക്കുക എന്നുള്ളതിലുപരിയായിട്ട് ഒരു കറൻസി ഇഷ്യൂ ചെയ്യാതെ തന്നെ, ഒരു കോമൺ കറൻസി കൊണ്ടുവരാതെ തന്നെ ബ്രിക്സ് അതാത് രാജ്യങ്ങളുടെ ഓൺ കറൻസി വെച്ചുകൊണ്ട് തന്നെ ഈ ഡോളർ ഹിജ്മോണിയെ തകർക്കാൻ മുന്നോട്ടിറങ്ങുന്ന ഒരു രംഗമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. പലരും വിചാരിക്കും ഞാൻ എന്തിനാണ് അമേരിക്കയ്ക്കെതിരെ ഇങ്ങനെ സംസാരിക്കുന്നുള്ളതാണ്. ഞാൻ അമേരിക്കയ്ക്കെതിരെ അല്ല പറയുന്നത്, അതാദ്യം മനസ്സിലാക്കിക്കൊള്ളുക. ഞാൻ സംസാരിക്കുന്നത് വിഷയമാണ്, സബ്ജക്റ്റാണ്. കാര്യം വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ചില സാഹചര്യങ്ങൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകേണ്ടത് വരും. അല്ലാതെ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ നമ്മൾ കാര്യങ്ങൾ പറയാതിരിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അമേരിക്കയും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അമേരിക്ക കാലാകാലങ്ങളായിട്ട് ഡോളർ ഹെജ്മോണി, വെസ്റ്റേൺ ഹെജ്മോണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില പ്രത്യേക നയങ്ങൾ പിന്തുടർന്നു പോകുന്ന രാജ്യമായിരുന്നു. ഇപ്പോഴും അവർ അത് തന്നെയാണ് തുടരുന്നത്. ഇപ്പൊ എല്ലാ കാലത്തും ഈ ഒരു ഹെജ്മോണി ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റണം എന്നില്ല. അപ്പൊ അതിലേക്ക് ചില കാര്യങ്ങളിൽ വീഴ്ചകൾ സംഭവിക്കുന്നത് കൊണ്ട് അമേരിക്ക അവരുടേതായിട്ടുള്ള ചില സ്വഭാവ മാറ്റങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആ കാണിക്കുന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. അമേരിക്ക ഇപ്പോഴും ഇന്ത്യയെ ഒരു ട്രസ്റ്റഡ് പാർട്ട്ണറായിട്ട് ഇതുവരെ അംഗീകരിച്ചതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും മീറ്റ് ചെയ്യുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ഒരു മീറ്റിംഗിൽ സംസാരിക്കുമ്പോഴത്തേക്കോ അവർ കാണിക്കുന്ന ആ ഒരു ഊഷ്മളത അതല്ല ഇവിടുത്തെ വിഷയം ഞാൻ പറഞ്ഞു വരുന്നത്. അത് എല്ലാ രാജ്യങ്ങളുമായിട്ടും ഉണ്ടാവും. അതിലുപരിയായിട്ട് അമേരിക്ക ഇന്ത്യയെ ചില ഏരിയകളിൽ, ചില മേഖലകളിൽ തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. ഇതൊക്കെ ജിയോ പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ആർക്കും തന്നെ ഡിനൈ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതായത് ക്യൂബ ബ്രിക്സിൽ ഡയറക്റ്റ് മെമ്പർ ആകുന്നതോടുകൂടി വെസ്റ്റിന്റെ ഒരു യൂണിലാറ്ററൽ വേൾഡ് ഓർഡർ ഉണ്ടായിരുന്നു. ആ യൂണിലാറ്ററൽ വേൾഡ് ഓർഡറിന് കിട്ടുന്ന ഒരു തിരിച്ചടിയാണ് ക്യൂബ ബ്രിക്സിലേക്ക് വരുന്നത്. അമേരിക്ക ഇതിനകത്ത് ഒറ്റ വിഷയമാണ് നോക്കിക്കാണുന്നത്. ക്യൂബയ്ക്കുള്ളിൽ വൻതോതിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് അമേരിക്ക അലട്ടുന്നുണ്ട്. രണ്ടാമത് ഈ കരീബിയൻ സ്ട്രാറ്റജിക് സെനാരിയോ ഉണ്ടല്ലോ, അത് പൊളിയും. അത് പൊളിഞ്ഞു കഴിഞ്ഞാൽ കരീബിയൻ, അമേരിക്കയ്ക്ക് തൊട്ട് താഴെ കിടക്കുന്ന കരീബിയൻ റീജിയനിൽ കിടക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ മാറി ചിന്തിച്ചു തുടങ്ങും. ഏറ്റവും കൂടുതൽ അമേരിക്ക നോക്കിക്കാണുന്നത് ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ് ക്യൂബയിൽ ഏറ്റവും കൂടുതൽ വന്നു കഴിഞ്ഞാൽ ചൈനയെ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പാർട്ട് ഫ്രം ബ്രിക്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെ പോലും ചൈന പല രീതിയിലുള്ള പ്രോജക്റ്റുകൾ ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രീസിൽ നടത്തി പോകുന്ന രാജ്യമാണ്. അതുപോലെ ചൈന പല രാജ്യങ്ങളിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് അവിടുത്തെ ലാൻഡ് വരെ സ്വന്തമാക്കുന്ന സ്വഭാവമുള്ള ഒരു രാജ്യമാണ് ചൈന. അപ്പൊ ആ രീതിയിൽ ക്യൂബയിൽ ഒരു ലാൻഡ് ഏരിയ സ്വന്തമാക്കി കഴിഞ്ഞാൽ അമേരിക്കയുടെ മൂക്കിന് താഴെ കിടന്നുകൊണ്ട് അമേരിക്കയുടെ കംപ്ലീറ്റ് ട്രേഡ് റൂട്ടും മോണിറ്റർ ചെയ്യാൻ ചൈനയ്ക്ക് സാധിക്കും. അതേപോലെ അവിടെ ഒരു മിലിറ്ററി ബേസോ അല്ലെങ്കിൽ അവിടെ ഒരു റഡാർ സ്റ്റേഷനൊക്കെ ചൈന സ്ഥാപിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വരാൻ പോകുന്ന ത്രെട്ട് എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. ഇതൊക്കെ അമേരിക്ക മുൻകൂട്ടി കാണുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അമേരിക്ക ക്യൂബ ബ്രിക്സിലേക്ക് വരുന്നതിനെ ഒരു ആശങ്കയോടെ നോക്കിക്കാണുന്നത്. അമേരിക്ക പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇത് വൈകാതെ തന്നെ പൊട്ടിത്തെറി ഉണ്ടാവും. വൈറ്റ് ഹൗസിൽ നിന്നും ഈ ബ്രിക്സ് കൺട്രികൾക്കെതിരെ ഒരു സാമ്പത്തിക ഉപരോധം അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ താരിഫ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. റഷ്യയും ചൈനയും, റഷ്യയുടെ ഇപ്പോഴത്തെ ഒരു യുദ്ധ സാഹചര്യം മാറിക്കഴിഞ്ഞാൽ റഷ്യയും ചൈനയും ബ്രസീലും കൂടെ ചേർന്ന്, ഇതിനകത്ത് ബ്രസീലിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ചൈനയും റഷ്യയും കൂടെ ചേർന്ന് എത്ര എമൗണ്ട് അപ്രോക്സിമേറ്റ്ലി ക്യൂബയിൽ നിക്ഷേപിക്കാൻ കഴിയും? ഇതിപ്പോൾ ഈ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഇത് വിലയിരുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ജസ്റ്റ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.